2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ ആസ്ഥാനത്തെത്തിയപ്പോൾ, ഡൽഹിയിലെ ആസ്ഥാനത്തെത്തിയപ്പോൾ ആ പരിപാടിക്കിടെ നരേന്ദ്രമോദിയുടെ മുഖത്ത് ഒരു വിഷമം ഇങ്ങനെ തളം കെട്ടി നിന്നിരുന്നു. ഒരു നിരാശ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സാധാരണ നമ്മൾ കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നില്ല. പ്രസരിപ്പോടെ ഊർജ്ജസ്വലനായിട്ട് ഇടയ്ക്ക് ചിരിച്ച് കാര്യങ്ങളൊക്കെ വളരെ സമഗ്രമായി തന്നെ പറയുന്ന നരേന്ദ്രമോദിയല്ല അന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതിനർത്ഥം അദ്ദേഹം പൂർണ്ണമായും തകർന്നു എന്നല്ല, പക്ഷെ എന്നാലും ഒരു നിരാശ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അത് പിന്നീട് വൈറലൊക്കെ ആയി മാറി. അതിൻ്റെ കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിൻ്റെ പ്രശ്നമല്ല, പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ, അതായത് 2019 മുതൽ 24 വരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, സമഗ്ര മേഖലയിലും വികസനം എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നടത്തിയിട്ടും ഒരു വിഭാഗം ജനങ്ങൾ തന്നെ അംഗീകരിച്ചില്ല എന്നതിൻ്റെ ഒരു വിഷമമാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് അന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഒരു സിൻസിയറായുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം. കാരണം ജനങ്ങളാണ് അദ്ദേഹത്തിന് അവസാന വാക്ക്. കാരണം അദ്ദേഹത്തിന് കുടുംബമില്ല, അതുകൂടാതെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഒരു ആഗ്രഹവുമില്ല. രാജ്യം എന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമാണ് നരേന്ദ്രമോദിക്ക് മുമ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അന്ന് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അത് എത്രത്തോളം എഫക്റ്റീവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കോവിഡ് കാലത്ത് എത്ര വലിയ പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിന്ന്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പിടിച്ചു നിന്ന അപൂർവം രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ. അതും ഇത്രയും വലിയൊരു പോപ്പുലേഷനുള്ള ഒരു കൺട്രി. അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന കുത്തിത്തിരിപ്പുകളിൽ ചില ആളുകളെങ്കിലും വിശ്വസിച്ചു എന്നുള്ള ആ ഒരു നിരാശയാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് അന്ന് BJP ദേശീയ ആസ്ഥാനത്ത് വെച്ച് നമ്മൾ കണ്ടത്.